ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് പാൽപ്പായസമാണ്. നല്ല ടേസ്റ്റിൽ നമുക്ക് പാൽപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കുക്കറിലാണ് ഞാനിവിടെ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. കുക്കറിൽ പിങ്ക് പാൽപ്പായസം എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് മട്ടരി എടുത്തിട്ടുണ്ട്. ഏത് അരി വെച്ചിട്ടും ഈ രീതിയിൽ പായസം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അരി ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരി അധികം പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഇതേപോലെ നുറുക്കാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാല് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കുക്കർ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റുള്ള ഒരു കുക്കറാണ് നല്ലത്. എണ്ണമയൊന്നും ഇല്ലാണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇനി ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. കുറച്ച് നേരം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഇപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ പായസത്തിന് നല്ല പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച പാലായിരുന്നുകൊണ്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ടാണ് ഈ പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ഗ്ലാസ്സിൽ താഴെയായിട്ട് ഒരു ലേശം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് തിളച്ച് കഴിഞ്ഞാൽ കുക്കർ അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ കുക്കറൊക്കെ അടച്ച് വയ്ക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് വെച്ച് കൊടുക്കാം. നമ്മളെടുക്കണ അരിയുടെ അനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. 40 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ അനക്കാണ്ട് തന്നെ വെക്കണം. ഇപ്പോൾ പ്രഷറെല്ലാം പോയി ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ഇത് കണ്ട നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പായസം നല്ല കളറിലും നല്ല ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട്. അരി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കുക്കറിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റിൽ കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.